ഹലോ കൂട്ടുകാരെ, അപ്പം തേങ്ങയില്ലാതെ വറുത്തരച്ച് എങ്ങനെ കറി വെക്കാം? വറുത്തരച്ച കറി പോലെ തന്നെയായിരിക്കും അതേ ടേസ്റ്റിൽ. നമുക്ക് തേങ്ങയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെങ്ങനെ വെക്കാമെന്നൊന്ന് നോക്കാം. അപ്പം എനിക്കിത് ചൂരയാണ് കിട്ടിയേക്കണം. ചെറിയ ചൂരയായിരുന്നു. ഞാൻ വെട്ടിയ കഴിയൊക്കെ എടുത്ത് പീസാക്കിയിട്ട് അപ്പം ചെറിയ പീസുകളാക്കുക. അതിൻ്റെ ഒരു 1/2 കിലോനാണിത്. അപ്പോൾ ഞാനിത് ചട്ടിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളക്, എരിവിനാവശ്യമായ പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ പുളി, നിങ്ങളുടെ പുളി എങ്ങനെയാണോ അതനുസരിച്ച് പുളി, പിന്നെ ഇച്ചിരി ഇഞ്ചി ചതച്ചത്. അപ്പോൾ ഇത്രയും നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ വെച്ച് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പം ഞാൻ ഓർത്തു നിങ്ങൾക്കും കാണാം, എല്ലാവർക്കും തേങ്ങ കിട്ടുമൊന്നുമില്ലല്ലോ. അപ്പോൾ ദേ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. അപ്പം എൻ്റെ ഈ മുളക് പൊടി നല്ല എരിവെള്ളാണ്ട. അപ്പം ഞാൻ ദേ 1/2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ കറി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണേ. പിന്നെ വേണ്ടത് ഉപ്പാണ്, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം എന്തോരം വെള്ളം വേണോ? വെള്ളം വേണ്ടത് നമ്മുടെ മീൻ മുങ്ങിയിരിക്കാവുന്ന വെള്ളം വേണം. അപ്പം നമുക്കത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് എന്ന് പറയാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അതേ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങൾ ഇട്ട് നമ്മൾ ഇതൊന്ന് പറ്റിച്ചെടുക്കണം. അതായത് ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കുകയാണ്. ഞാൻ ഇത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ചൊന്ന് ശരിക്കും വറ്റി വരട്ടെ. നമ്മുടെ കറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ച് ചീനച്ചട്ടി എടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാനുണ്ട്. അപ്പം നമ്മുടെ ചട്ടി ചൂടായി. ഞാൻ ആദ്യം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു 3 ഉള്ളി വട്ടത്തിലരിഞ്ഞതും, അതിലേക്ക് 2 മുളക് പറ്റിയ രീതിയിൽ ഞങ്ങൾ കൈ കൊണ്ടൊന്ന് കീറി 6 കഷ്ണമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് വേപ്പില കിട്ടിയിട്ടാണ്. ഞാൻ വേപ്പില കടയിൽ നിന്ന് മേടിച്ച് അങ്ങനെ ഉപയോഗിക്കാറില്ല, ഇങ്ങനെ കിട്ടിയാലൊക്കെ എടുക്കാറുണ്ട്. ഇതൊന്ന് ശരിക്കും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഒന്ന് കുറച്ചിടാം. നമ്മുടെ ഉള്ളി മൂത്തൊരു പ്രത്യേക മണമാണ്. അത് ഉണക്കമുളക് മൂത്താൽ അതിന് നല്ലൊരു മണമാണ് അല്ലേ. അപ്പം ഉള്ളി ഇതുപോലെ തന്നെ മൂക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇടണ്ട, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ചാറിന് ആവശ്യമായ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്നല്ല ഇങ്ങനെ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ച മണം പാരണ വരെ മൂക്കണം. അപ്പം ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇന്നലെ കഴിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ കറി ഉണ്ടാക്കിയത്. അപ്പം ഞാനും ഇങ്ങനെയായിരുന്നു. വറുത്തരക്കുമ്പോൾ എന്ന് പറയുമ്പോൾ തേങ്ങ വേണം. പക്ഷെ തേങ്ങ ഇല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാം എന്നതാണ്. ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടാവൂലേ, അവർക്കൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കാൻ പറ്റും. പക്ഷെ ഒരു രുചി വ്യത്യാസവുമില്ല. അപ്പം തീ കുറച്ചാനിട്ട് വാട്ടണേട്ടെ. അതിൻ്റെ ഒരു പച്ച മണം പോണ വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് വാടി വരുമ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പി എനിക്ക് ഒരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. തേങ്ങ ഇല്ല വറുത്തരക്കാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പം മീൻ കിട്ടിയതിൻ്റെ പകുതി ഇന്നലെ വെച്ചു ഞങ്ങൾ. ഇന്നലെ രാത്രി, ഇന്ന് ഉച്ചയ്ക്കും കഴിച്ചു. ബാക്കിയാണ് ഞാൻ ഈ പരിപാടി ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ചെയ്യണത്. അപ്പം ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കണം. അത് കൈ തട്ടരുത്. എന്നിട്ട് ഇവിടെ ഒന്ന് തിളക്കട്ടെ. ഇത് നമ്മൾ പറ്റിച്ച് വെച്ചേക്കണ മീത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കണം. പിന്നെ നിങ്ങൾ വിചാരിക്കും മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഒരു പച്ചക്കുത്ത് നമ്മിട്ട് ആദ്യത്തെ
മീനിലുണ്ടാവില്ല എന്നൊരിക്കലും ഉണ്ടാവില്ല. കാരണം അത് നല്ലോണം പറ്റി വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. അപ്പോൾ അതെ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിട്ടിട്ട് നമ്മൾ ഈ മസാല വെള്ളം നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് പറ്റിച്ച മീത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ച് നന്നായിട്ട് ചിറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇവിടെ കിടന്ന് ഒരു രണ്ട് തിളച്ചിട്ട് നമുക്ക് കറിവേപ്പിലയിട്ട് ഇറക്കാം. ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് പിച്ചിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി. അപ്പോൾ എല്ലാവരും ഒന്ന് ചാറിനൊക്കെ അത്യാവശ്യം കട്ടിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചാറ് വേണ്ടവർ ഗ്രേവി, അതായത് നമ്മളിടുന്ന മസാലകളെല്ലാം കൂട്ടിയിടുക. ഇതിപ്പോൾ